ഇന്നത്തെ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചാൽ സാംസങ് ഫുൾ ഓട്ടോമാറ്റിക്കൽ വാഷിംഗ് മെഷീൻ്റെ കംപ്ലയിൻ്റ് ആണ്. അത് ഓൺ ആകുന്നില്ലെന്ന് കസ്റ്റമർ വിളിച്ച് പറഞ്ഞു. ആദ്യം തന്നെ പവർ ഓൺ ചെയ്ത് നമ്മളത് ചെക്ക് ചെയ്യാൻ പോവാണ്. പവർ ഓൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പവർ ഓൺ ബട്ടണിൽ ചെക്ക് ചെയ്ത പവർ ബട്ടണ് ഈ പവർ ബട്ടണിൽ ഞാൻ ഒരു 3-4 പ്രാവശ്യം ചെക്ക് ചെയ്ത് പ്രസ് ചെയ്തു, പക്ഷെങ്കിൽ ഓണായില്ല. എന്നിട്ട് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇനി ഒന്ന് അഴിക്കാനായിട്ട് നോക്കിയപ്പോഴാണ് കണ്ടില്ലേ ഫുള്ള് തുരുമ്പാണ്. 2 സൈഡ് സ്ക്രൂ വന്നേക്കുന്നുണ്ട്, ഫുള്ള് തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെയെങ്കിലും അഴിച്ചെടുത്താലേ നമ്മുടെ പണി മുന്നോട്ട് പോവുള്ളൂ. അതിനായിട്ട് ഞാൻ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷേങ്കിൽ പരാജയപ്പെട്ടു. കാരണം അത് ഫുള്ള് തുരുമ്പാണ്, ഒരു ശകലം പോലും ത്രെഡ് പിടിക്കുന്നില്ല. അപ്പോൾ ഞാനൊന്ന് ഹീറ്റ് ചെയ്തിട്ടൊന്ന് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ചെറിയൊരു ഡാമേജ് വരും, എന്നാലും നമുക്കതിൽ അവസാനം വർക്കിംഗ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കാം അതുപോലെ തന്നെ. അപ്പം എന്തായാലും അഴിച്ചു വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അഴിച്ചെടുത്തു. ഇതാണ് PCB ബോർഡ്, പെർമനൻറ്റ് സർക്യൂട്ട് ബോർഡാണ്. വാഷിംഗ് മെഷീൻ്റെയൊക്കെ കൺട്രോളിങ് പാനലായിട്ട് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത് ബോർഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ക്രൂസ് ഒന്ന് അഴിച്ചെടുക്കാം. 4-5 സ്ക്രൂ ഉണ്ടാവും. ആ സ്ക്രൂകളൊക്കെ ഞാൻ കറക്റ്റായിട്ട് അഴിച്ചെടുക്കുന്നുണ്ട്. കറണ്ടിൻ്റെ വേരിയേഷൻ കൊണ്ട്, കാരണം ഈ കംപ്ലൈൻറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇപ്പോഴത്തെ മഴക്കാലത്തൊക്കെ കറണ്ട് വന്നും പോയിക്കെ നിൽക്കുന്ന സമയത്ത് വാഷിംഗ് മെഷീൻ ഓൺ ആണെങ്കിൽ ഇവ കംപ്ലൈൻ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതാണ് PCB ബോർഡ്. PCB ബോർഡ് ഞാനൊന്ന് ഡയറക്റ്റ് കൊടുത്തൊന്ന് ചെക്ക് ചെയ്യുകയാണ്. വോൾട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. വോൾട്ട് കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 234 വോൾട്ട് വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പം പവർ കറക്റ്റായിട്ട് വരുന്നുണ്ട്, പക്ഷേങ്കിൽ PCB ഓൺ ആവുന്നില്ല. അതാണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ PCB ബോർഡ് കൊണ്ടുപോയി നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.